പാർട്ടി വെയർ ലുക്കിൽ വന്നേക്കുന്ന സാരി ഷിമർ ഓർഗൻസയിലാട്ടോ വന്നേക്കുന്നത്. നമുക്കൊരു ഈവനിങ് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടോ ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ കസിൻസിനൊക്കെ മോർണിംഗ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാരീസിൻ്റെ കളക്ഷൻ. ഒരു 4 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ്, അതിനകത്ത് കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന പേസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു ഫ്ലവർ ഡീറ്റെയിലിംഗ് ആണ് ബോർഡറിൽ കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സെൽഫ് കളർ തടിച്ച് യൂസ് ചെയ്തിട്ടുള്ളൊരു ബോർഡർ ഡീറ്റെയിലിംഗ്, ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് മിഷൻ എംബ്രോയ്ഡറിയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സ്കാലപ്പ് ഫിനിഷും കൂടെ കൊടുത്ത് ബോർഡർ കംപ്ലീറ്റ് ചെയ്തേക്കുകയാണ്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്, അതിന് ത്രോട്ട് ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി മിഷൻ എംബ്രോയ്ഡറിയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ്ങിൽ തന്നെ വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന ബ്ലൗസ് ഫസ്റ്റ് ലുക്ക് ഇതാട്ടോ ഞാൻ വെയർ ചെയ്തേക്കുന്നത്. ഓർഗൻസ ആണെങ്കിലും ഒത്തിരി പഫി ആയിട്ടൊന്നും നിൽക്കുന്നതല്ല, നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണ്. ഇതിൻ്റെ പ്ലീറ്റ്സ് കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫസ്റ്റ് ട്രൈയിലാട്ടോ ഇത്ര നീറ്റായിട്ടുള്ളൊരു പ്ലീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പർ പോർഷൻ ആണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനാണെങ്കിൽ ഈസി ആയിട്ട് പ്ലീറ്റ്സൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി കളേഴ്സ് കാണാം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, ഇതിനകത്തും കോൺട്രാസ്റ്റ് ലുക്കിൽ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു സെയിം കളറിൽ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബ്ലൗസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ലുക്കിന് പറ്റുന്ന ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാട്ടോ. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഒരു സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ്. ആൻഡ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്ന ബ്ലൗസിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ് സെയിം ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സ്ലീവിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലുക്ക് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ, ഇതിനകത്തൊരു റിവേഴ്സ് കോമ്പിനേഷൻ ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ വെയർ ചെയ്തേക്കുന്നതിൻ്റെ ഒരു റിവേഴ്സ് കോംബോ. അപ്പോൾ നമുക്ക് കസിൻസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ലുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഗ്രീൻ ഷെയ്ഡ് സെയിം ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. ദെൻ ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് മജന്ത ഷെയ്ഡ്. ഇനി ഇതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്ന SPP 864, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3299. ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് ഇതാട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഇന്ന് കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്ന സാരീസാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ജോർജറ്റിലൊക്കെ ആയാലും കൂടുതൽ നമ്മൾ പ്ലെയിനായിട്ട് വരുന്നൊരു കൈൻഡ് ഓഫ് സാരീസൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു 7 ഷെയ്ഡ്സും വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്ന സാരീസാണ്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്ന ക്രോഷ്യ ലേസിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ഇതിൽ കൂടുതലും ഒരു ഹൈലൈറ്റിംഗ് നിൽക്കുന്നത്. 2 സൈഡിൽ നമുക്ക് ലേസും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ മിറേഴ്സിൻ്റെ ഒരു വർക്കും കൂടെ സാരിയിൽ സ്കാറ്റേർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോവർ പോർഷൻ നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം ക്രോഷ്യ ലേസിൻ്റെ ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പർ പോർഷനിലോട്ട് നമുക്ക് ഫുള്ളി മിറേഴ്സിൻ്റെ ഒരു സ്കാറ്റേർഡ് വർക്കാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രിൻറ്റ് പാറ്റേണിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസും സെയിം ഈ ജോർജറ്റ് ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ സാരി വന്നിട്ടുള്ളതും ജോർജറ്റിലാണ് കേട്ടോ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പഞ്ച് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഹൈലൈറ്റിംഗ് എന്ന് പറയുമ്പം ഈ ഒരു പല്ലു പോർഷൻ തന്നെയാണ്. അതിലും നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട് മിററിൻ്റെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആയാൽ പോലും ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും എല്ലാം നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസും ഒരു പ്രിൻറ്റ് പാറ്റേണുള്ള കേട്ടോ. ഒരു ഫ്ലോറിൻ്റെ ഒരു പ്രിൻറ്റ് പാറ്റേണാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും സമ്മർ ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഒലിവ് ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകും. പേഴ്സണലി എനിക്ക് ഈ ഷെയ്ഡ് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടമുള്ള ഷെയ്ഡും കൂടെയാണ്. ആൻഡ് ഇതിലും ആ ഒരു സെയിം ഈ ക്രോഷ്യ ലേസിൻ്റെ ഈ ഒരു കൈൻഡ് ഓഫ് സാരി ഇതിന് മുന്നേ സുഗിത ഒരു വീഡിയോ കോട്ടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഡിഫറെൻറ്റിലാണ് ജോർജറ്റിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് സാരി വരുന്നത്. അപ്പം 1 ലെയറൊക്കെ ഇട്ട് ഉടുത്ത് കഴിഞ്ഞാലും നമുക്കൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വെയറായിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. എല്ലാത്തിലും നമുക്ക് ആ ഒരു സെയിം സോളിഡ് ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് 2 സൈഡിലും ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ആ ഒരു ക്രോഷ്യ ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്.
ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. നമുക്കിത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലാണ് ഈ ഒരു ക്രോഷ്യ ലേസ് വരുന്നത്. ആൻഡ് അപ്പർ പോർഷനിലോട്ട് വരുമ്പോൾ ഫുള്ളി നമുക്ക് സോളിഡ് ആയിട്ടാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിലും സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ബോഡി പോർഷനിൽ ഒരു റിയൽ മിറേഴ്സിൻ്റെ വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഹൈലൈറ്റ് ചെയ്തൊരു സ്വീക്വൻസി വർക്കും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിലൊരു ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ്, ഫ്ലോറൽ ലീഫിൻ്റെ ഒക്കെ ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് ഇതിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിലും ആ ഒരു സെയിം സാരിയിൽ കൊടുത്തിട്ടുള്ള ക്രോഷ്യ ലേസ് തന്നെ ബ്ലൗസ് പീസിലും വന്നിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കോട്ടൺ കാൻഡിയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും ഒരു കുറച്ച് ബ്രൈറ്റ് ഫീൽ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും നമുക്ക് സെയിം ഈ ഒരു വർക്ക് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിലും ഒരു ഫ്ലോറലിൻ്റെ തന്നെ പ്രിൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ യെല്ലോയുടെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളതും ഒരു ഫ്ലോറലിൻ്റെ തന്നെ പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. എല്ലാം ഓപ്പൺ ചെയ്യുന്നതിൽ ഓൾറെഡി എല്ലാത്തിലും നമുക്ക് സെയിം സിമിലർ പാറ്റേൺ ആണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ, ഒരു ബേജ് ഷെയ്ഡ്. ആൻഡ് ഇതും നമുക്കിപ്പോൾ അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പം കോളേജിലായിക്കോട്ടെ സ്കൂളിൽ ഫെയർവെൽ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും വേറെ ഇത് പോകാൻ പറ്റുന്ന കളക്ഷൻസാണ്. അപ്പം സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു ബ്ലൗസ് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ വേറെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺട്രാസ്റ്റ് ഇട്ട് വേണമെങ്കിലും വേറെ ഇത് പോയി. ഇപ്പം ഈ ഒരു ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഒരു മെറൂൺ ബ്ലൗസൊക്കെ ഇട്ട് വേറെ ഇത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഹൈലൈറ്റിങ് കിട്ടും. ബ്ലൗസിലായിക്കോട്ടെ സാരി ഒരു കോൺട്രാസ്റ്റ് ഇട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തായിട്ട് നിൽക്കും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു റെഡിൻ്റെ ഒരു പ്രിൻറ്റ് പാറ്റേൺ തന്നെ. ഇതിലും ഒരു ഫ്ലോറിൻ്റെ തന്നെയാണ് പ്രിൻറ്റ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SF1145 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3309 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. നിങ്ങൾക്കിനെ കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒരേ ഷെയ്ഡിൽ തന്നെ, പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഇതിൽ വരുന്നുണ്ട്. എല്ലാം നമുക്കൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണെങ്കിലും ആ ഒരു ടോപ്പിലൊക്കെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫുള്ളി ഒരു ഇൻഡിഗോ ബ്ലൂവിൽ തന്നെ ഒരു ഫ്ലോറലിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ബോട്ടം വരുന്നതും കോട്ടണിലാണ്, ടോപ്പും കോട്ടണിലാണ്, ദുപ്പട്ടി നമുക്ക് കോട്ടണിലാണ് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടിലും ചെറിയൊരു സർക്കിളിൻ്റെ തന്നെ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് എല്ലാത്തിലും നമുക്ക് സ്ക്രീൻ പ്രിൻ്റ് ആണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് കോട്ടണിൽ തന്നെ ഒരു ചെക്ക് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട. ആൻഡ് നമുക്കൊരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു വർക്ക് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടെയാണ്. സമ്മർ ടൈമൊക്കെ ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും സമ്മർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡിഗോ ബ്ലൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർ ബ്ലീഡിങ് ഉണ്ടാവും. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ആൻഡ് ഇതിലും സെയിം ആ ഒരു മുന്നേ കാണിച്ച ഒരു സെയിം പ്രിൻറ്റിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. എല്ലാത്തിലും നമുക്ക് ഇൻഡിഗോ ബ്ലൂ ആണ് ബോട്ടവും. എല്ലാം നമുക്ക് സെയിം സോളിഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഇതാണ് ദുപ്പട്ട വരുന്നത്. നമുക്ക് ടോപ്പിൽ മാത്രമാണ് ആ പ്രിൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നത്. ബോട്ടവും ദുപ്പട്ട എല്ലാത്തിലും നമുക്ക് സെയിം പ്രിൻ്റാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു ഫ്ലോറലിൻ്റെ തന്നെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ആൻഡ് കോട്ടണിൽ തന്നെ ഒരു ചെക്ക് പാറ്റേൺ കൂടിയാണ് ദുപ്പട്ട പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. കൂടുതലും ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ അമ്മമാർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നൊരു കളക്ഷനും കൂടെ ആയിരിക്കും. എനിക്കൊരു വർക്ക് വെയർ ആയിട്ടൊക്കെ നമുക്ക് സമ്മർ ടൈമൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനും കൂടെയാണ്. ആൻഡ് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്കൊരു ഒത്തിരി വൈഡല്ലാത്തൊരു ഹൈനെക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും എൽബോയുടെ സ്ലീവ്സ് ഒക്കെ കൊടുത്താലും അത് അത്യാവശ്യം നല്ലൊരു ക്ലാസി ലുക്ക് കൊണ്ടുവരും. ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SW2043 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 1089 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.